பார்த்தப்போ அந்த பொண்ணை யாரோ கொல்ல பார்த்தாங்க. நான் இல்லைன்னா பொண்ணே இருப்பாங்க. நீ அவங்கிட்ட வந்து பேசலி? நான் பேசுவேன். அப்ப சரிவா. കോച്ചാശാന്റെ മകൾ തുളസിയുമായി എന്തെങ്കിലും വഴക്കുണ്ടോ? ഇല്ല. നീ അവളെ വെള്ളത്തിൽ നോക്കി കൊല്ലാശ? അയ്യോ ഇല്ല. നിങ്ങൾ നടന്നില്ലേ? ഇല്ല പെണ്ണെ നോണ പറയുന്നത്. എടോ എന്റെ മകളെ മൊത്തം കലാശിച്ചു പോയത്. ഞാൻ നോണ പറയുന്നവനല്ല. അതുകൊണ്ട് എന്റെ മകൾ നോണ പറയാതെ എനിക്ക് നല്ല നിശ്ചയമാണ്. അപ്പൊ എന്റെ മകള് പറഞ്ഞത് താനും മകൾ നോണ പറയാ. അല്ല എന്റെ മകൾ വേണം. ഒന്നും വേണ്ട. മുതലാളിയുടെ മകളാണല്ലോ ഉദ്ദേശിച്ചുള്ള കാര്യം പറയാമെന്ന് കരുതി വന്നതാ. എന്റെ മകളെ കൊല്ലാൻ ശ്രമിച്ചതിന് ഞാൻ കേസ് കൊടുത്തോളാം. അതെ, കേസ് തന്നെ. വിജയൻ സാക്ഷിയുണ്ട്. ശരിയായിട്ട് തൃശ്ശൂരിൽ തന്റെ സ്വന്തം വീട്ടിൽ പോയിരിക്കുന്ന വിജയൻ എങ്ങനെയാണ് ഈ സംഭവത്തിന് സാക്ഷി? അപ്പൊ താൻ പറയുന്നത് മുഴുവൻ നുണയാണെന്ന്. വിജയൻ വീട്ടിലും പോയിട്ടില്ല, തൃശ്ശൂരും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. എങ്ങനെയാണ് സാക്ഷി പറയാൻ പോകുന്നതെന്ന് കോടതിയിൽ വെച്ച് കാണിച്ചത്. ഇയാൾ എന്തൊക്കെയാണ് മോളെ പറഞ്ഞിട്ട് പോകുന്നത്? നീ വിജയനെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ? കണ്ടച്ച. തൃശ്ശൂർ പോകുന്ന പറഞ്ഞ നുണയാണല്ലോ. നീ എവിടെ കണ്ടത്? ഞങ്ങൾ കുളിക്കുന്നിടത്തുകൂടി പോകുന്നത് കണ്ടു. ആ തുളസിയുമായി വഴക്കുണ്ടായി എന്ന് പറയുന്നതിൽ വല്ല പരമാർത്ഥമുണ്ടോ മോളെ? അവൻ എന്നെ പറ്റി അനാവശ്യം പറഞ്ഞിട്ടാണ് അച്ഛോ. അപ്പൊ അയാള് പറഞ്ഞത് ശരിയാണ്. നീ അവളെ കൊല്ലാൻ ശ്രമിച്ചോ മോളെ? അയ്യോ, കൊല്ലാനൊന്നും ശ്രമിച്ചില്ല അച്ഛാ. പിന്നെ ഹലോ, ആരോ? വിജയൻ സാറോ? കോയമ്പത്തൂർന്നോ? ഉണ്ട് ഉണ്ട്, വിളിക്കാം. നീ കോയമ്പത്തൂരുള്ള കുണ്ടയാണെങ്കിൽ എനിക്ക് പുല്ലുന്നതല്ല. നീ ഇവിടെ പെമ്പിളെ കുളിക്കുന്നിടത്തൊക്കെ ചീവിശേഷം ചുറ്റിയാണെന്ന് കോയമ്പത്തൂരെന്ന് പറഞ്ഞ് നീ ഫോൺ ചെയ്യുന്നില്ലടാ. നീ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഞാൻ ഫുട്ബോൾ ടീമുകൾ നടത്തുള്ളവരാ. നീ ഇല്ലാതെ കളി ജയിക്കാൻ ഞാൻ നോക്കട്ടെ. മേലാണെന്ന് ഞാൻ കണ്ടുപോകട്ടെ. കണ്ടാൽ ദൈവസാക്ഷ്യം കുത്തുള്ളേ. ഹലോ 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 ഹലോ, എന്നാ വെച്ചിട്ടാ? അതെ അതെ, മാലതിയാണ്. ആര്? വിജയൻ. ഞാൻ കോയമ്പത്തൂരാണ് സംസാരിക്കുന്നത്. അന്നത്തെ ക്യാമ്പ് ഫെയർ കഴിഞ്ഞ് മടങ്ങുമ്പോ ഏതോ ചില അക്രമികൾ എന്നെ അടിച്ച് ബോധം കെടുത്തി ഇവിടെ കൊണ്ടുവന്നതാണ്. ഇതിലെന്തോ വലിയ ചതിവ് സംഭവിച്ചിട്ടുണ്ട്. കുറച്ച് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നതോ? ഇല്ലായിരുന്നു. ഞാൻ സത്യമാണ് പറയുന്നത്. ഇന്നലെ പന്ത് കളിച്ചതോ? ഇന്നത്തെ മാച്ച് ഞാൻ കളിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കുമെന്നേ. ഈ വിവരം മുതലാളി തെറ്റിച്ചാൽ മതി. ഇന്നലെ മാച്ച് നടന്നില്ലേ? നാളെ. എന്നാൽ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് നാളെ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ എത്തുമെന്ന് മുതലാളിയോട് പറഞ്ഞേക്കണം. വിജയനാണ് ഫോൺ ചെയ്തത്. കോയമ്പത്തൂരിനാണെന്ന് പറയുന്നത്. എന്തെല്ലാമോ കഥകൾ പറയുന്നു. അയാളെ ആരോ ബോധം കെടുത്തി ബലമായിട്ട് മിനിഞ്ഞാന്ന് കാറിൽ പിടിച്ചോണ്ട് പോയത്ര. ഇന്നലെ കളിച്ചത് അയാളല്ലെന്ന്. അയാളല്ലെന്ന്. ഹലോ, എക്സ്ചേഞ്ച് അല്ലേ? ഇത് 4466 ആണ്. ഈ നമ്പറിലേക്ക് കോയമ്പത്തൂരിന്ന് ട്രങ്കാൾ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കോയമ്പത്തൂരിൽ നോക്കി പറയണം. ഉണ്ടായിരുന്നു. അതിശയമായിരിക്കുന്നു. ഇതിനെപ്പറ്റി ഒരു പിടിയും കിട്ടുന്നില്ല. ഇന്നലെ കളിച്ചത് വിജയൻ അല്ലെങ്കിൽ പിന്നെ ആരും. ശ്രീ വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള ടൈഗേഴ്സുമായി നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഏറ്റുമുട്ടാൻ പോവുകയാണ്. മുഖ്യാതിഥിയായ ശ്രീ മുഹമ്മദ് ആസമിനെ ടൂർണമെന്റ് കമ്മിറ്റി സ്വീകരിച്ച് സ്വന്തം ഇരിപ്പിടത്തിൽ ആനയിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ടൂർണമെന്റിലെ റഫറിയായിരുന്ന ശ്രീ കുഞ്ഞുണ്ണി മേനവനെ മാറ്റി ടൂർണമെന്റ് കമ്മിറ്റി പുതിയ റഫറിയായ ശ്രീ നാഗലിംഗത്തിനെ നിയമിച്ചിരിക്കുകയാണ്. അദ്ദേഹവും നൈറ്റ്സ്മെൻ അവരവരുടെ സ്ഥാനങ്ങളിൽ സ്ഥലം പിടിച്ചു.
Kerala Tigers Chandrasenan, center forward, number 1. Kamalasanan, center half, number 2. Andapai, right in, number 3. Janardhanan, left in, number 4. Edgar Almeida, right out, number 5. Joseph Allegua, left out, number 6. Dakshinamurthy, right half back, number 7. Johanna, left half back, number 8. Marika. നീ ആരാ? സത്യം പറഞ്ഞ അനുഭവം നമ്മളറിയാമോ? ഇദ്ദേഹമാണ് സ്പോർട്സ് കൗൺസിലിന്റെ സെക്രട്ടറിയാണ്. രക്ഷപ്പെടണമെങ്കിൽ സത്യം പറഞ്ഞോളൂ. നീ ആരാ? നാന്താ വിജയ. നീ വിജയനാണല്ലേ? നമ്മൾ ചോദിച്ചാൽ ഇവൻ സത്യം പറയും. പോലീസുകാർ ഒന്ന് ചോദിക്കും, ഞാൻ ഫോൺ ചെയ്യാം. ஐயோ வேண்டாம் சார், நான் உண்மையை சொல்லிடுறேன். நான் திருநெல்வேலிக்காரன் தவுல் வீராசாமி. താനാണോ തകിൽ വീരാച്ചാമി? ஆமா சார், எனக்கு இவ்வளவு நீட்டமா முடி இருந்தது, காதுல 2 நல்ல கடுக்கணும் இருந்தது. எல்லாம் எடுத்துட்டு தான் பந்து விளையாடணும்னு இவங்க சொன்னாங்க சார். അപ്പൊ കോയമ്പത്തൂർ കല്യാണ പാർട്ടിക്ക് തകിൽ വായിച്ചിരിക്കുന്ന താനായിരുന്നു? ஆமா சார், நம்ம கோச் பிள்ளை சார் லெட்டர் கொடுத்து அனுப்பி என்ன இங்க வர சொன்னாரு. കോച്ച് പിള്ളേ? ஆமா சார், இந்த பந்து விளையாட்டு கத்து கொடுக்குற ஆள் இல்ல கோச் பிள்ளை, அவர் தான் என்ன இங்க வர சொன்னாரு. இங்க வந்த அப்புறம்தான் எனக்கு விவரமெல்லாம் தெரியும். எனக்கு பந்து விளையாடவே தெரியாது. நான் வந்து தவுல் நல்லா வாசிப்பேன் சார், நல்லா வாசிப்பேன். ஏதாவது விஜயம் கிடைக்கணும், கலையணமான சமயமாய். அப்ப மிஸ்டர் விஜய் பட்டு സൂര്യ വയ്ക്കും. കോച്ചുപിള്ള തന്ന இந்த കത്ത് തന്റെ കയ്യിലുള്ളൂ. കയ്യിലില്ല സാർ, റൂമിലിരിക്കും. കളി തുടങ്ങുവാൻ ഏതാനും നിർണായകമായ നിമിഷങ്ങൾ മാത്രമേയുള്ളൂ. കേരള ടൈഗേഴ്സിന്റെ ക്യാപ്റ്റൻ ശ്രീ വിജയൻ കാണികളുടെ ആഹ്ലാദത്തിനിടയിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. തന്റെ തുല്യശക്തിയുള്ള ടീമിനെ അദ്ദേഹം വിജയത്തിലേക്ക് നയിക്കുമോ എന്ന് കണ്ടറിയുവാൻ വേണ്ടി കാണികൾ ആവേശഭരിതരായിരിക്കുകയാണ്. കളി തുടങ്ങാറായി. ഇതാ തുടങ്ങുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേയുള്ളൂ. ഇവനെ എങ്ങനെ കളിക്കുന്നു? ഇതൊരു അത്ഭുതമായിരിക്കുമല്ലോ. ഇവൻ ശരിക്ക് കളിക്കുന്നുണ്ടല്ലോ. താനല്ല ശരിയായിട്ട് പറഞ്ഞിട്ട് എന്തോ നാളെ കാണുന്നത്. എന്തോ നാളെ എനിക്കും മനസ്സിലാകുന്നില്ലല്ലോ മുതലാളി.
ഇനിയും അവരങ്ങനെ നമ്മളെ വെച്ചാൽ ഞാൻ പോവാ. ഞാനെവിടുന്നു ഞാൻ വരും. അങ്ങനെ കേരള ടൈഗേഴ്സ് ഇന്നത്തെ ടൂർണമെന്റിൽ വേൾഡ് ചാലഞ്ചേഴ്സിനെ തോൽപ്പിച്ചു കഴിഞ്ഞു. ആനന്ദ് ട്രോഫി ശ്രീ വിജയന്റെ നേതൃത്വത്തിലുള്ള കേരള ടൈഗേഴ്സ് കൈപ്പറ്റി കഴിഞ്ഞു. മുഖ്യാതിഥി ശ്രീ ആസം ട്രോഫി ഏൽപ്പിക്കുകയാണ്. എല്ലാവരുടെയും അഭിനന്ദനത്തിന് പാത്രമായ ശ്രീ വിജയനെ സ്വന്തം കളിക്കാർ അഭിനന്ദിക്കും. പോകാൻ വരട്ടെ, അതുവരെ ഒന്ന് വന്നിട്ട് പോയാൽ മതി. ഞങ്ങൾക്ക് വേറെ ജോലി. അവിടെ അല്പം ജോലിയുണ്ട്, നടക്കണോ? എന്താ ഭീഷണിയാണ്? എന്നാ ഭീഷണി തന്നെയാ. എന്ത് ചെയ്യാൻ? എന്നാലും പറഞ്ഞാ പോരെ, സാധിക്കാതിരിക്കുന്നു. മാടോ, മുതലാളി പോയാ പോരെ, ഞാൻ കൂടി വരണോ? പോരാ, നിങ്ങളും കൂടി വരണം. നടന്നാണ്ട് തിറങ്ങി നോക്കൊന്നും വേണ്ട, നടന്നാണ്ട്. നിന്റെ പേരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ ദുഃഖിക്കുന്നു. എന്തിന്? ഈ കാണായ ജനസമൂഹം മുഴുവൻ നിന്നെ അഭിനന്ദിച്ചപ്പോ നീ ദുഃഖിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ജനസമൂഹത്തെക്കാൾ വലുതാണ് എന്റെ ആശ. അതുകൊണ്ട് ആശാന്റെ ടീം ജയിക്കണമെന്ന് ആശാൻ ആഗ്രഹിക്കും. അതിന് ഞാൻ ആശാനെ കുറ്റപ്പെടുത്തുന്നില്ല. ആശാന്റെ മകന് കപ്പ് കിട്ടണമെന്നും ആശാൻ ആഗ്രഹിക്കും. അതിന് ഞാൻ ആശാനെ കുറ്റപ്പെടുത്തുന്നു. മനുഷ്യർ ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ആശാൻ ഇതേക്കുറിച്ച് എന്നോടൊന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ കളിക്കുകയില്ല. അതിന് പകരം ഇത്രയും വൃത്തികെട്ട ഒരു മാർഗം ആശാൻ സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതിന് വിശേഷിച്ച് സ്പോർട്സിന്റെ അന്തസ്സിനെ കുറിച്ച് ഇടയ്ക്കും തലയ്ക്കും പ്രസംഗിക്കാനുള്ള ആശാൻ ഒരിക്കലും ചെയ്യാൻ പറ്റാത്തത്. വിജയ, നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇനിയും ആശാൻ ഒഴിയാൻ നോക്കരുത്. അതിനുള്ള മഹാമനസ്കരെങ്കിലും ആശാൻ കാണിക്കണം. വെറുതെ ഭ്രാന്ത് പറയാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിരിക്കുക. ഭ്രാന്തോ? ആശാൻ അറിയുമോ ഇയാൾ? என்ன தெரியல சார். நான் தான் தமிழ் வீராசாமி. ஓ, திருநெல்வேலிக்காரன் வீராசாமி. ஆமா சார். താനെന്തിന് ഇവിടെ വന്നു? ആശാനെ, ഇനിയും ഇങ്ങനെ ഉള്ളാൻ ശ്രമിക്കരുത്. എനിക്ക് പകരം ഇയാളെ വറ്റി കളിപ്പിച്ചിട്ട് ആശാൻ പരിശുദ്ധനാൻ പോവുകയാണ്. അത് ഞാൻ വരച്ചു. ഇയാളെ ഈ കത്ത് നിങ്ങൾ എഴുതിയത്?
അന്ന് ഇയാളെ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഞാനായി. എന്റെ മകൻ എന്ന് പറയുന്ന ഈ മഹാഭാവി വന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള പരിചയം. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് അവൻ ഈ കത്തെഴുതി. ഓഹോ, മഹാന്മാർ രണ്ടുപേരും ഇവിടെ കളി ജയിച്ചു തരാമെന്ന് വീരവാദം മുടക്കിയത് ഈ വീരശകരനെ മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നു. ആൾമാറാട്ടം കളിച്ച ഈ വീരത്തകലിനെയും കള്ളക്കത്തെഴുതിയവനെയും കൊണ്ടുപോയവനെയും എല്ലാം ഞാൻ ജയിലിനകത്താക്കി. ഒരെണ്ണത്തിന് ഞാൻ പെടത്തില്ല. അതാണ് വേണ്ടത്. ഇവനെല്ലാം ജയിലിൽ കയറി. കേസിന് സാക്ഷി ഞാൻ പറഞ്ഞു. അയ്യോ സാർ, കാപ്പാത്തുക. ഞാൻ പുള്ളെ കുട്ടിക്കാരൻ സാർ. ആ പുള്ളയും കുട്ടിയും തള്ളയെല്ലാം ജയിലിൽ വന്ന് കാപ്പാത്തിക്കോളൂ. വേണ്ട സാർ, ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇവരെയൊക്കെ ശിക്ഷിച്ചതുകൊണ്ട് നമ്മൾ എന്ത് നേടാനാണ്? മാത്രവുമല്ല, ഇത് പുറത്തിറങ്ങിയാൽ ഫുട്ബോളിലേക്ക് തന്നെ ഒരു അവമാനവുമായി. ആ മിസ്റ്റർ വിജയൻ പറഞ്ഞ കാര്യമില്ലാതില്ല. ഇങ്ങനെ ഒന്നുകൂടെ സംഭവിച്ചു എന്ന് അറിഞ്ഞാൽ മറ്റാരെങ്കിലും രൂപിട്ട് കളിച്ചു എന്ന് വരും. നമ്മളൊക്കെ അതൊന്നും വേണ്ട ആശാൻ. ആശാനോട് ഞാൻ മാപ്പ് ചോദിക്കും. ആശാനെ തെറ്റിദ്ധരിച്ചതിനും അസുഖകരമായി സംസാരിച്ചതിനും ആശാനോട് ക്ഷമിക്കണം. നീ ദൈവാധീനമുള്ളവനാണ് വിജയൻ. നിന്റെ പേര് പോലെ തന്നെ നിനക്ക് എന്നും എന്നും വിജയം.